മായി. അവിടെ തന്നെ നമുക്ക് മനസ്സിലായി, അവിടെ തന്നെ തകർച്ചയായി കഴിഞ്ഞു. ദൈവത്തിൻ്റെ സാന്നിധ്യം മാറിക്കഴിഞ്ഞു. തൊടരുതേ എന്നും പറഞ്ഞു, തിന്നരുതേ എന്നും പറഞ്ഞു, എല്ലാം കൂട്ടിച്ചേർത്ത് പറഞ്ഞ് വലിയൊരു പാപത്തിൻ്റെ അവസ്ഥയിലേക്ക്, ദൈവത്തോടെ കൂടെ ജീവിക്കുവാൻ, ദൈവത്തോടെ കൂടെ ഇരിക്കുവാൻ സൃഷ്ടിച്ചാക്കിയ മനുഷ്യൻ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി അവനോട് ചേർന്ന് വർത്താനം. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ 1-ാം സങ്കീർത്തനം പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നിൽക്കാതെയും പാപികളുടെ വഴി, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും നിൽക്കരുത്, നടക്കരുത്, ഇരിക്കരുത് എന്ന് സങ്കീർത്തനക്കാരൻ ദാവീദ് ആദ്യമേ തന്നെ പറയുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും, കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങളൊക്കെയും ചോർന്നു പോകും, പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവമക്കളെ, ഏറ്റവും സന്തോഷകരം ഈ ലോകത്ത് ഏതെല്ലാം വസ്തുക്കളിൽ കൂടി നിങ്ങൾക്ക് സന്തോഷം തരാമെന്ന് നിങ്ങൾ വിചാരിച്ചാലും, അനേകർ നിങ്ങൾക്ക് മറ്റുള്ള ഇടങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുവാൻ നിങ്ങൾ ഓടി നടന്നാലും, ഒന്ന് മാത്രം ഓർത്തുകൊള്ളം, ദൈവം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തന്നെ കുഞ്ഞുങ്ങളുമായി ചേർന്ന് ജീവിക്കുന്ന ജീവിതത്തിൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ അങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും കുടുംബമായി വെച്ചിരിക്കുന്ന കുടുംബത്ത് കിട്ടുന്ന സന്തോഷവും സമാധാനം ലോകത്ത് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടത്തില്ല. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലോകത്ത് ആർക്കും തരാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഒരു മനുഷ്യൻ നമ്മളോട് പറഞ്ഞില്ല ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാമെന്ന്. പുറമേയുള്ള മനുഷ്യർ നോക്കിക്കഴിയുമ്പോൾ, നമ്മുടെ കുറവുകളെ കണ്ടവർ ചിരിക്കുമ്പോൾ, നമ്മുടെ വീഴ്ചകളെ കണ്ടവർ ചിരിക്കുമ്പോൾ, നമ്മുടെ കുടുംബ തകർച്ചകളെ കണ്ട് അവർ മറ്റുള്ളവരുടെ അടുക്കൽ പിറുപിറുക്കുമ്പോൾ, ദൈവമക്കളെ ഒന്നോർത്തോണം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കാം, ലോകത്തിന്റെ അവസാനത്തോളം നിന്റെ അവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് കർത്താവ് നാം ഓരോരുത്തരോടും പറഞ്ഞ് നമ്മുടെ പ്രതികൂലങ്ങളിലും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും അവൻ ഏറ്റവും അടുത്ത തുണയായി നമ്മളോട് കൂടെ നടക്കുമ്പോൾ നീ എന്തിനു വേണ്ടി ഭാരപ്പെടുന്നു? കുടുംബജീവിതം തകർന്ന് ആരോട് പറയണം ഞാൻ ഇന്ന് എന്ത് ചെയ്യണമെന്നുള്ള തകർച്ചയിൽ ജീവിക്കുന്ന സഹോദര സഹോദരി, ഒരു നിമിഷം ഓർത്തു നോക്ക്. കർത്താവായ യേശു ക്രിസ്തു നിനക്ക് സമാധാനം തരുവാൻ ഈ ലോകത്തേക്ക് വന്നപ്പോൾ നീ ചെയ്ത സകല പാപങ്ങളും അവൻ ആ കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞപ്പോൾ, ഓരോ തുള്ളി ചോരയും ഊറ്റിക്കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ, ദാസ്യത്വത്തിന്റെ കീഴിൽ നിന്നും മക്കളും അവകാശികളുമായി നിന്നെ മക്കളാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്തിനാണ് ഇന്ന് ഭാരം? നീ എന്തോർത്താണ് നീ ഇന്ന് കരയുന്നത്? ആരോടും പറയുവാൻ കഴിയത്തില്ല എൻ്റെ കുടുംബത്തിന്റെ തകർച്ച എന്ന് പറഞ്ഞ് നീ കരയുമ്പോൾ, ദൈവമക്കളെ നിങ്ങൾ ഒന്ന് മാത്രം ഓർക്കെ, ഈ കർത്താവിന് നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയും. ഈ തകർച്ച കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നു, സംശയത്തിന്റെ രൂപത്തിൽ കടന്നു വന്നു. ഇന്ന് നമുക്കറിയാം, അനേക ഇടങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ജോലിക്ക് കടന്നു പോകുന്നു, സഹോദരിമാർ കടന്നു പോകുന്നു. കടന്നു വരുമ്പോൾ പലപ്പോഴും അവർക്ക് വീട്ടിൽ സന്തോഷം കിട്ടാതെ പോകുന്നു. എന്തുകൊണ്ട്? സംശയം കൊണ്ടിടുന്നത് കൊണ്ട്. അതൊരു പക്ഷെന്നുണ്ടെങ്കിൽ വെറുപ്പിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ പല കള്ളക്കഥകൾ കൊണ്ടായിരിക്കാം. ഇവിടെ പിശാചി ദൈവത്തിൽ നിന്നും ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിക്കാതെ അവളെ അതിനകത്തുനിന്ന് മാറ്റിക്കഴിയുമ്പോൾ, അതുപോലെ തന്നെ അവളുടെ കണ്ണ് മോഹിച്ച് അതേ രീതിയിൽ അവൾ പാപത്തിന് അടിമപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ അത് പോയി അവൻ ആദാമിനോടും പറഞ്ഞു, സ്വന്തം ഭർത്താവിനോടും പറഞ്ഞു. അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല, അദ്ദേഹം എടുത്തു കൊടുത്തു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ആദാമിനോട് ദൈവം, മനുഷ്യനോട് ദൈവം പറഞ്ഞു, നിങ്ങൾ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടരുത് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഈ സ്ത്രീ കൊണ്ടുവന്ന് ഈ പഴം കൊണ്ടു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അത് ആ ദൈവത്തിന്റെ ശബ്ദത്തെ ആ തൽക്കാല സമയത്തേക്ക് മറന്നുപോയി. ദൈവത്തെ ശബ്ദത്തെ തൽക്കാല സമയത്ത് മറന്നു പോകാതെ ദൈവം തന്നോട് പറഞ്ഞ് ആ ഒരൊറ്റ കാര്യങ്ങൾ, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ അനുസരണ, അതിനനുസരിക്കാൻ കഴിയാതെ പോയത് കൊണ്ട്, സ്ത്രീയോടുള്ള ആ സ്നേഹം കൊണ്ട്, അവൾ കൊണ്ടുതന്ന ആ പഴത്തിന്റെ മാധുര്യം ഓർത്തു കഴിഞ്ഞാൽ, അവൾ കൊണ്ടുതന്ന ആ സ്നേഹത്തോടു കൂടിയുള്ള ആ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്നുപോയ ഒരു നിമിഷമായിരുന്നു അത്. ദൈവത്തെ മറന്നു പോയത് കൊണ്ട് ഏദൻ തോട്ടത്തിൽ നിന്നും അവരെ വെളിയിലാക്കാൻ ഇടയായി തീർന്നു. ഇന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ, സമാധാനങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും, ദൈവം നമ്മളോട് പറഞ്ഞ വാക്കുകളിൽ നിന്നും അനുസരണക്കേട് കാണിക്കുന്നത് കൊണ്ടാണ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കിക്കേ, നിന്റെ കുടുംബജീവിതത്തിന്റെ താക്കോൽ എവിടെയാണ് പോയത്? നിന്റെ കുടുംബജീവിതത്തിൽ താക്കോൽ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? ഇന്ന് ലോകത്ത് ദൈവം സകലതിനെയും നമുക്ക് തന്ന് സന്തോഷിക്കുവാൻ നമുക്ക് തന്ന്, നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ തന്നു, നല്ല മാതാപിതാക്കളെ തന്നു, നല്ല പ്രിയപ്പെട്ടവനെ തന്നു. നമുക്കെല്ലാം തന്നു കഴിഞ്ഞപ്പോൾ നിനക്കൊരു പക്ഷെങ്കിൽ കഷ്ടതയായിരിക്കാം, നിനക്കിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, നിനക്കിന്ന് കടബാധ്യതയായിരിക്കാം, നിനക്ക് രോഗമായിരിക്കാം, ഏതുമായി തീരട്ടെ, ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, ദൈവം എന്നെ വഴിയിലിട്ട് പോകുന്ന ദൈവമല്ല എന്ന് ഉറച്ചൊരു വിശ്വാസമുണ്ടെങ്കിൽ, സഹോദര സഹോദരി
സഹോദരി, നീ ഒന്ന് മാത്രം ഓർത്തോ, നീ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. വാഗ്ദത്തം നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ആ വാഗ്ദത്തം അതിന്റെ അന്ത്യത്തോളം ദൈവം കൊണ്ടെത്തിക്കും. ദൈവം വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഒരു പക്ഷേ ഈ സഹോദരി, നിങ്ങളോട് പല സഹോദരങ്ങളെ, കൂട്ടുകാരെ, അല്ലെ ബന്ധുമിത്രാദികൾ പലതും നിനക്ക് അത് ചെയ്തു തരാം, നിനക്ക് ഇത് ചെയ്തു തരാം, നിന്നെ അവിടെ കൊണ്ടുവരാം, നിനക്ക് ഇന്ന പണം തരാം, ഇങ്ങനെയുള്ള പല 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 മോഹന വാഗ്ദാനങ്ങൾ നിന്നിൽ കൊണ്ടിട്ടുകൊണ്ട് നിന്നെ ഒരു പക്ഷേ എന്നുണ്ടെങ്കിൽ പല രീതിയിലും നിന്നെ അതിനു വേണ്ടി നീ കാത്തിരിക്കുവാണെങ്കിൽ അത് പാടില്ല. ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം അങ്ങനെ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള ഈ ലോകത്തുള്ള മനുഷ്യന്റെ വാക്കിനെയല്ല വിശ്വസിക്കേണ്ടത്, ദൈവത്തിന്റെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഇന്ന് നമ്മൾ നോക്കുന്നത് മാനുഷ്യമായ ലോകത്തേക്ക് നോക്കും. നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു സമ്പന്നമായ ഭവനമുണ്ട്, നമുക്കൊരു പക്ഷേ സാമ്പത്തികമായി സ്വല്പം പരാധീനത വന്നു പോയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റുള്ള രീതിയിൽ ദൈവികമായ വഴികളെ വിട്ടിട്ട് നമ്മൾക്ക് എങ്ങനെയാ സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. പല കുടുംബങ്ങളിലെ പരാജയത്തിന്റെ കാരണം സാമ്പത്തികമായ വിഷയങ്ങളാണ്. എന്തുകൊണ്ട്? നമുക്കുള്ളത് കൊണ്ട് ജീവിക്കണം എന്ന് നമുക്ക് കഴിയുന്നില്ല. നമുക്ക് എങ്ങനെയത് അവരെ പോലെ ആയിത്തീരാം? അതാണ് പിശാചിന്റെ തന്ത്രം. നീ അവരെ പോലെ ആയിത്തീരണം, അവരുടുക്കുന്നത് പോലെ ആയിത്തീരണം, അവർ കടക്കുന്ന വാഹനത്തെക്കാൾ വലിയൊരു വാഹനം നീ വാങ്ങിക്കണം, അവരുടെ മക്കൾ പഠിക്കുന്നതിനേക്കാൾ വലിയൊരു പഠിത്തം നിന്റെ മക്കൾ ഒരു പക്ഷേ നിന്റെ മക്കൾക്ക് അത് പഠിക്കുവാനുള്ള കഴിവില്ലായിരിക്കാം, അത്രയും അവൻ എടുക്കുവാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരിക്കാം. പക്ഷേ നിന്റെ ആഗ്രഹമാണ് അവരുടെ മേലത് അടിച്ചേൽപ്പിക്കുന്നത്. പാടില്ല. അവൻ്റെതായിട്ടുള്ള ഒരു ദൈവം കൊടുത്തിട്ടുള്ള കഴിവുകളുണ്ട്, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ നമ്മൾ മാതാപിതാക്കൾ കണ്ടറിഞ്ഞ് അവരെ ആ വഴികളിൽ കൂടി നടത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയത്തിലേക്ക് കടന്നു പോകും. അത് പിന്നെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ സംഭവിച്ചു, തൻ്റെ പ്രിയപ്പെട്ടവനോട് ചേർന്നിരിക്കുവാൻ, തൻ്റെ പ്രിയപ്പെട്ടവനോട് കൂടെ ഇരിക്കുവാൻ, സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുവാൻ, ദൈവിക സാന്നിധ്യത്തിൽ ജീവിച്ചിരുന്ന കുടുംബത്തിലേക്ക് സംശയത്തിൻ്റെതായ നിഴലുകളുമായി പിശാച് കടന്നു വന്നു. അവൻ്റെ തന്ത്രങ്ങളെ അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ മോഹനമായിട്ടുള്ള വർത്തമാനത്തിൽ, അവൻ്റെ സന്തോഷകരമായിട്ടുള്ള അഭിനയത്തിൽ അവൾ വീണുപോയി. ഇന്ന് അനേക കുടുംബ ജീവിതങ്ങൾ സഹോദരന്മാർ വീണുപോകുകയാണ്. നമ്മൾ ആഗ്രഹിക്കും നമുക്ക് മനോഹരമായ സുന്ദരനായ ഒരു ഭർത്താവിനെ വേണമെന്ന്. ദൈവം പക്ഷെ നമുക്ക് ആഗ്രഹിക്കും വിരൂപനായ ഒരു വ്യക്തിയെ വേണമെന്ന്. ആ വിരൂപനായ വ്യക്തിയെ ദൈവം നിനക്ക് തന്നിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. നീ ഒരു പക്ഷേ മറ്റുള്ളവരുടെ മോഹനമായിട്ടുള്ള സൗന്ദര്യമുള്ള മറ്റുള്ളവരുടെ തേജോമയത്വം കണ്ടിട്ട് നടക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ നീ ആഗ്രഹിച്ചുവെങ്കിൽ, ദൈവം കൂട്ടിച്ചേർത്ത ഒരു ബന്ധം നിന്റെ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു കുടുംബജീവിതം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഭർത്താവിനെ ഭാര്യയോ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ ഒന്ന് മാത്രം ഓർത്തോ, ദൈവം തന്നതിനെ, ദൈവം നിന്റെ കരത്തിൽ ഏൽപ്പിച്ചതിനെ ദൈവം പിടിച്ച് രണ്ട് കരം കൂടെ ചേർത്ത് നിങ്ങളെ അനുഗ്രഹിച്ച കുടുംബജീവിതത്തിൽ അവൻ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ, അവൾക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ, അത് ഒരിക്കൽ പോലും മറ്റുള്ള ഇടങ്ങളിലേക്ക് അത് ചെന്ന് പറഞ്ഞ് നശിപ്പിച്ച് കളയുവാനല്ല ചിന്തിക്കേണ്ടത്. അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ തന്ന ദാനം, എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള ആ കൃപ വെച്ച് പരിശുദ്ധാത്മാവിന്റെ ആ കൃപയിൽ ആ കുടുംബജീവിതം പണിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കഴിയും. നമ്മൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബജീവിതത്തിന്റെ താക്കോൽ ചുറ്റുപാടുകളിൽ പോയി, അനേക ഇടങ്ങളിൽ പോയി തേടാതെ സ്വന്തം ഭവനത്തിൽ ദൈവം ആക്കിയിരിക്കുന്നിടത്ത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭവനത്തിൽ, ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബ ഭാര്യയോ ഭർത്താവോ ആരാണെങ്കിലും നമ്മൾ ഒന്നിച്ചു കൂടി വരുമ്പോൾ ഇമ്പകരമായ ഒരു കുടുംബജീവിതം നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയും. ഇതിനുവേണ്ടി ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ. എവിടെയെങ്കിലും തകർന്നു പാളിപ്പോയ കുടുംബജീവിതങ്ങളുണ്ട്, നിങ്ങൾ മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുമെങ്കിൽ അവൻ തകർന്നു പോയതിനെ പണിയുവാൻ മതിയായവനാകുന്ന ദൈവമാണ്. കർത്താവ് വിശ്വസ്തനാണ്. അവൻ നിന്റെ അവിശ്വസ്തതയെ കണക്കിടാതെ നിന്നെ ദൈവം വിശ്വസ്തനെ നിണ്ണി ആ കുടുംബജീവിതത്തെ പണിയുവാൻ ദൈവത്തിന് കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.